വാണിയംകുളത്ത് തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 മാസം പ്രായമുള്ള പശുക്കിടാവിനെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. അക്രമത്തിൽ തൊഴുത്തിലുണ്ടായിരുന്ന മറ്റൊരു പശുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എടക്കോട് പനിയൂർ സ്വദേശിയും കന്നുകാലി കച്ചവടക്കാരനുമായ പള്ളിശ്ശേരി പ്രഭാകരന്റെ തൊഴുത്തിലാണ് ഇന്നലെ രാത്രി ദാരുണമായ സംഭവമുണ്ടായത്. വിൽപ്പനയ്ക്കായി 3 ദിവസം മുൻപ് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 20ഓളം കാലികളാണ് തൊഴുത്തിലുണ്ടായിരുന്നത്. ഒരാഴ്ച മുൻപും ഇതേ തൊഴുത്തിൽ കെട്ടിയിരുന്ന മറ്റൊരു മൂരിക്കുട്ടിയെ തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം അതീവ രൂക്ഷമാണെന്നും ജനങ്ങളും കച്ചവടക്കാരും ഭീതിയിലാണെന്നും വ്യാപക പരാതിയുണ്ട്. പശുക്കളെ കെട്ടി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പശുവിൻ്റെ കുട്ടീനെ കടിച്ചു വന്നിരിക്കുന്നു. ഒന്നിനെ കടിച്ച് പകുതി കടിച്ച് ജീവൻ പകുതിയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 10-20 എണ്ണത്തിനുള്ളിൽ കിടക്കേണ്ടത്. ഈ 20 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കച്ചവടത്തിന് ആവശ്യത്തിനായി കൊണ്ടു നിർത്തുന്ന സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി സാധനങ്ങൾ. ആ പശുവിന് 5 ലിറ്റർ പാലുണ്ടായിരുന്ന കാലത്ത് ആ പശുവിൻ്റെ കുട്ടീനെയാണ് 45,000 രൂപ വില വരുന്ന പശു കുട്ടി കൂടിയാണ്. അതിൻ്റെ കുട്ടീനെയാണ് കടിച്ച് നാശാക്കി ഞങ്ങൾക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ പറ്റിയിരിക്കുന്നു. അതിനെന്തെങ്കിലും ഗവൺമെൻറ് ആയാലും വേണ്ട ആരായാലും വേണ്ട എന്തെങ്കിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇവിടെ 15 ദിവസം മുന്നേ അതേപോലെ ഒരെണ്ണം കടിച്ചു കൊന്നു നാശാക്കി കൊന്നുപോയി. 15 ദിവസം മുന്നേ. ഇതിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ്. തെരുവുനായ ശല്യം രൂക്ഷമായിട്ട് കിടക്കണം. ഇപ്പോൾ രാത്രി 9 മണി വരയ്ക്ക് രാത്രി ഒരു കുഴപ്പമുണ്ടായില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. പശുവിനെ കറക്കാൻ വേണ്ടി വന്നപ്പോൾ. സംഭവസ്ഥലം വാർഡ് പഞ്ചായത്ത് അംഗം എ ദിലീപ് സന്ദർശിക്കുകയും പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ഇവിടെ പള്ളിശ്ശേരി പ്രഭാകരൻ എന്നുള്ള ആള് രാവിലെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ തൊഴുത്തിൽ ഒരു പശുക്കിടാവിനെയും നായകൾ കടിച്ച് കൊല്ലുകയും അതുപോലെ പശുവിനെ മാരകമായി മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ തെരുവുനായ ശല്യം വലിയ രൂപത്തിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നാട്ടിലാകെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തായി ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഓഫറുകളുടെ പെരുമഴയുമായി CM സ്റ്റോഴ്സ് അവതരിപ്പിക്കുന്നു ആടി ഡിസ്കൗണ്ട് സെയിൽ. ഓർക്കുക, ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഇന്ന് തന്നെ സന്ദർശിക്കൂ CM സ്റ്റോഴ്സ്, ഒറ്റപ്പാലം.